ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു അവോക്കാഡോ റാപ്പ് വിത്ത് ക്രിസ്പി ചിക്കൻ ചെയ്ത് നോക്കാം. ഇത് ടേസ്റ്റിയാണ്, കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ടോട്ടില ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഗാർലിക് പൗഡറും 1 ടീസ്പൂൺ ഇറ്റാലിയൻ ഹെർബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഒലിവ് ഓയിലും കൂടെ ചേർത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് അതിന് മുകളിൽ 1 ടീസ്പൂണോളം ഓയിൽ തടവി ഒരു 20 മിനിറ്റോളം ഞാനൊന്ന് കവർ ചെയ്ത് മാറ്റി വെച്ച ശേഷം ഇത് ഞാൻ പരത്താനായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കണം. എത്രയും തിന്നായി പരത്തിയെടുക്കാവോ അത്രയും തിന്നായി തന്നെ ഇത് പരത്തിയെടുക്കുക. ആദ്യം ഞാനിതിനെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം ചെറിയ ബോളുകളാക്കി മാറ്റിയിട്ട് അത് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തിന്നായിട്ട് പരത്തിയെടുത്ത ശേഷം നമുക്കൊരു പാനിലിട്ട് അത് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺ റോസ്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മെൽറ്റഡ് ബട്ടറിലേക്ക് 1 ടീസ്പൂണോളം ഗാർലിക് പൗഡറും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു 1/2 ടീസ്പൂണോളം ഇറ്റാലിയൻ ഹെർബ്സും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കോണിലേക്ക് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇതിന് ഞാൻ 350 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 10 മിനിറ്റ്സ് ബേക്കും 5 മിനിറ്റ് ഗ്രില്ലും വെച്ച് ഇത് റോസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ആ സെയിം പാനിലേക്ക് തന്നെ ചെറിയ ടൊമാറ്റോസ് കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഓൾറെഡി അതിൻ്റെ അകത്ത് സീസണിങ് ഉള്ളതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ചിക്കനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂണോളം കോൺഫ്ലവറും 1 ടീസ്പൂൺ ഇറ്റാലിയൻ ഹെർബും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1 ടീസ്പൂണോളം സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതോടെ ചേർത്ത് ഒരു 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാൻ വെച്ച ശേഷം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കനും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മീറ്റ് ആയാലും ഇതുപോലെ റെഡിയാക്കി എടുത്ത് നമുക്ക് ഈ റാപ്പിൻ്റെ കൂടെ വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു സോസ് ഇട്ടിട്ടുണ്ട്. അത് മയോ ബേസ്ഡ് സോസാണ്. അതിനായിട്ട് ഞാൻ വാൾനട്ട് 1/2 കപ്പ്, ഞാൻ പീനട്ട് എടുത്തിട്ടുണ്ട്, ഓപ്ഷനിലാണ്. പീനട്ട് ഒരു 1/2 കപ്പ്, ഒരു 3 വെളുത്തുള്ളി, ഒരു 2 ടേബിൾ സ്പൂണോളം ബേസിൽ, ഡ്രൈ ബേസിലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഒലിവ് ഓയിലും ചേർത്ത് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം മയനീസും കൂടി ചേർക്കുന്നുണ്ട്. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഞാനൊരു 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട്. മയനീസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ കുറച്ച് ലെറ്റസും പർപ്പിൾ ക്യാബേജും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ്ങിനുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മുടെ ടോട്ടില വെച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് സോൾട്ടും കൂടി ഇട്ട് അതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്റ്റഫിങ് ഓരോന്ന് വെച്ച് കൊടുക്കണം. ഈ ലെറ്റസും പർപ്പിൾ ക്യാബേജും തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെജിറ്റബിൾ ചേർത്താൽ മതി. ഇതിലേക്ക് ഞാൻ മോസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, റോസ്റ്റഡ് കോണ്. ഇനി ഇതിലേക്ക് പിക്കിൾഡ് ഒനിയൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഓരോ സ്റ്റഫിങ്ങും അതിൻ്റെ അളവ് നമുക്ക് റാപ്പ് ചെയ്യുന്ന പരുവത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സോസും ക്രിസ്പി ചിക്കനും എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇതുപോലെ എല്ലാ സ്റ്റഫിങ്ങും വെച്ച് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈസി ആയിട്ടുള്ള രീതിയിൽ റാപ്പ് ചെയ്യാം. ഞാനിങ്ങനെയാണ് റാപ്പ് ചെയ്തെടുത്തേക്കുന്നത്. ചിക്കൻ തന്നെ വേണമെന്നില്ല, ചിക്കന് പകരം ബീഫോ എഗ്ഗോ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് ഈ റാപ്പ് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഞാനിതെല്ലാം റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവോക്കാഡോ ക്രിസ്പി ചിക്കൻ റാപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.